അസ്സലാമലൈക്കും. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജാസ്മീസ് ഹോം വേൾഡ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ചോക്ലേറ്റ് സ്വിസ് റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി 125 ഗ്രാം മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം, ഇത് ഓപ്ഷണലാണ്. ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമുക്ക് ഒരു സ്ട്രെയിനറിലിട്ട് അരിച്ചെടുത്തിട്ട് വരാം. ഇത് ഞാൻ 2 പ്രാവശ്യം സ്ട്രെയിനറിലിട്ട് അരിച്ചെടുത്തൊരു മിക്സാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് റൂം ടെമ്പറേച്ചറിലുള്ള 2 മുട്ട കൂടി ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു 3 മിനിറ്റ് വരെയൊക്കെ ഇത് ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാര പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ട് തന്നെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് നല്ല ക്രീമി ആയിട്ട് വന്നാൽ മാത്രമേ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ വാനില എസൻസ് ഇല്ലെങ്കിൽ നമ്മൾ പഞ്ചസാര പൊടിക്കുമ്പോൾ അതിലേക്ക് ഒരു 3 ഏലക്കായുടെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇത് ചേർത്തതിന് ശേഷം വീണ്ടും ഒരു 2-3 മിനിറ്റ് വരെ നമുക്കൊന്നുകൂടെ ഇത് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബാറ്റർ ഇവിടെ നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ മാവ് താന്നു പോകും. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയില്ല. ഞാൻ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. ഞാനിതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മളിത് നന്നായിട്ട് ഈ പാത്രത്തിലൊക്കെ സ്പ്രെഡ് ചെയ്യുക. ശേഷം നമുക്ക് ഇതിലേക്ക് നമ്മളെ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. ഞാൻ പകുതി ബാറ്റർ മാത്രമേ ഇപ്പോൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. ബാറ്റർ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതെല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിൻ്റെ മുകളിലേക്ക് ഒരു അലൂമിനിയം ഫോയിൽ വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലെയായിട്ട് ഇതിൻ്റെ അടപ്പും വെച്ച് കൊടുക്കാം. ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം എത്രത്തോളം നമുക്ക് കുറച്ച് വെക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറച്ച് വെക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കേക്ക് പെട്ടെന്ന് തന്നെ അടി പിടിച്ച് പോവും. ആ കാര്യം നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. കറക്റ്റ് 5 മിനിറ്റ് ആയപ്പോൾ നമ്മുടെ കേക്കൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്റ്റിക്ക് വെച്ച് നമ്മളിങ്ങനെ കുത്തി നോക്കുമ്പോൾ അതിന്മേലൊന്നും പറ്റി പിടിക്കുന്നില്ലെങ്കിൽ നമ്മുടെ കേക്ക് പെർഫെക്റ്റ് ആയി എന്നാണ് അർത്ഥം. ഇത് ഞാനൊരു റാപ്പിംഗ് ഷീറ്റിലേക്ക് മാറ്റുകയാണ്. ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ ഉപയോഗിക്കാം. ഞാനിപ്പോൾ റാപ്പിംഗ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ചൂടോടെ തന്നെ ഇതിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ നല്ല ടൈറ്റായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കണം. ഈ പ്ലാസ്റ്റിക് ഷീറ്റ് കൂടെ കൂട്ടിയിട്ട് വേണം നമ്മളിത് റോൾ ചെയ്തെടുക്കാൻ. നല്ല ടൈറ്റായിട്ട് തന്നെ നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം.
അപ്പോൾ ഞാനിതിവിടെ നല്ല ടൈറ്റായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കണം. അതിനുശേഷം നമുക്ക് വീണ്ടും എടുക്കാം. കറക്റ്റ് 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ കേക്ക് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം കൂടെ ചേർത്ത് കൊടുക്കാം. ഈ വിപ്പിംഗ് ക്രീമിന് പകരം നമുക്ക് ന്യൂട്ടല്ലയോ അല്ലെങ്കിൽ ജാമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശേഷം ഇത് പതുക്കെ ഒന്നുകൂടെ റൗണ്ട് ചെയ്തെടുക്കാം. ഒരുപാട് അമർത്തി ഇത് റൗണ്ട് ചെയ്തെടുക്കാൻ പാടില്ല. നമ്മുടെ ക്രീമൊക്കെ പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്. ഇനി 2 മണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ടെടുക്കാം. അപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് നമ്മുടെ കേക്ക് ഒന്ന് എടുത്ത് നോക്കാം. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ കേക്കിൻ്റെ 2 സൈഡ് ഭാഗവും നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. ബാക്കിയേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ നമ്മുടെ സ്വിസ് റോൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടേക്ക് കെയർ.